ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്നും പാലക്കാട്ടേക്ക് പോകുന്നൊരു ചെറിയ യാത്ര. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എല്ലാ ബസ് പ്രേമികൾക്കും മനസ്സിലെപ്പോഴും ഓടി വരുന്നൊരു പേരായിരിക്കും സന. അപ്പോൾ ഒരുപാട് ബസ്സുകളുള്ള ഗ്രൂപ്പാണ് സന ട്രാൻസ്പോർട്ട്. അപ്പോൾ അതിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ കോഴിക്കോട് നിന്നും നമ്മുടെ യാത്ര മെല്ലെ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ മലബാറിൻ്റെ ഒരുപാട് കാഴ്ചകൾ കോഴിക്കോട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോഴിക്കോട് വന്ന ആളുകൾക്കൊക്കെ അവിടുത്തെ ആതിഥേയത്വ മര്യാദകളും അവിടെയുള്ള കാണാനുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് ആളുകൾ വന്ന് കണ്ടവരായിരിക്കുമെങ്കിലും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാകും, കാലിക്കറ്റ് വെഡ്ഡിങ് സിൽക്സിന് എന്തായി തീ പിടിച്ചത്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കോഴിക്കോടിന് ഒരു വൈകുന്നേരത്തെ പിടിച്ചു കുലുക്കിയ തീപിടുത്തമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ഫയർ എഞ്ചിനൊക്കെ വന്ന് അണക്കാൻ പറ്റാതെ പിന്നീട് നമ്മളെ എയർപോർട്ടിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ വന്നിട്ടാണ് ഇത് അണച്ചത്. അങ്ങനെ നമ്മുടെ ബസ് ഇന്ന് പോകുന്നത് ബൈപ്പാസിലൂടെയാണ്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ബ്ലോക്കായി പോയതുകൊണ്ട് ബൈപ്പാസിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നേരെ രാമനാട്ടുകര ബൈപ്പാസിൻ്റെ എൻഡിൽ ചെന്ന് കയറുന്ന ഒരു റൂട്ടിലൂടെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് 6 വരിപ്പാതയിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള. റോഡിൻ്റെ പണിയൊക്കെ തീർന്നതുകൊണ്ട് നല്ല രസമുള്ള കാഴ്ചകൾ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തല ഉയർത്തി നിൽക്കുന്ന ഹൈലൈറ്റ് മാളിൻ്റെ കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളാണ്. വളരെ സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കാണുക എന്നുള്ളൊരു സഞ്ചാരിക്ക് ഏറ്റവും വലിയ സന്തോഷം കാഴ്ചകൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, യാത്രയിലൂടെ അങ്ങനെ സാധിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഹൈലൈറ്റ് മാളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അതുപോലെ ഒരുപാട് സന്തോഷങ്ങൾ ഹൈലൈറ്റ് മാളിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം.